ശ്രീ ജോൺ പെരുവന്താനം, ഇവിടെ ഇപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നതാണ് ആ ജനത ആവശ്യപ്പെടുന്നത്. മറ്റാരെയും പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം അവർക്കുമുണ്ട്. അതിനുവേണ്ടിയാണ് അവർ തെരുവിലിറങ്ങിയത്. അത് ഒരുപാട് നാളത്തെ അവരുടെ ഉള്ളിലുറങ്ങിയ പ്രതിഷേധമാണ് ഇന്ന് അണപൊട്ടി തെരുവിലിറങ്ങി. അവരെയും അവിടെ പോലീസ് ഉൾപ്പെടെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. എന്താണ് ശാശ്വത പരിഹാരം? എല്ലാ കാലത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ചർച്ചയാകുമ്പോൾ ശാശ്വത പരിഹാരം വേണം എന്ന ആവശ്യമുയരുമ്പോൾ ചില ചർച്ചകൾ നടക്കും, ചില തീരുമാനങ്ങൾ എടുക്കും. പക്ഷേ അത് നടപ്പിലാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അങ്ങനെ പോകാൻ കഴിയുമോ? ഇനി എത്ര ജീവൻ ഇതുപോലെ പൊലിയണം ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ? എന്താണ് ശാശ്വത പരിഹാരം? കേരള സംസ്ഥാനത്തിന്റെ ആകെ നീളം 560 കിലോമീറ്റർ ആണ്. പക്ഷെ കേരളത്തിലെ വനത്തിന്റെ അതിർത്തികളുടെ നീളം 16,280 കിലോമീറ്റർ ആണ്. ഇത്രയും നീളമുള്ള ഒരു വനാതിർത്തിയെ സംരക്ഷിക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങൾ സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയുന്നതല്ല. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടുന്നതിന് വേണ്ടി ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അതുപോലെ വനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ദുരന്തങ്ങളെ നേരിടുന്നതിന് വേണ്ടി സമാന രീതിയിലുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടാവേണ്ടതുണ്ട്. അവരായിരിക്കണം വനത്തിന് പുറത്തു കിടക്കുന്ന വന്യജീവികളെ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവില്ലാത്ത തരത്തിൽ അതിനെ മാനേജ് ചെയ്യാൻ. അതല്ലാതെ അത്തരം ചുമതലകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചാൽ അവരുടെ സാങ്കേതിക വിദ്യകളുടെ അഭാവം, അതുപോലെ അവരുടെ സ്ട്രെങ്ത് കുറവ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ, അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനമില്ലായ്മ, അങ്ങനെ തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് അവരെ കൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും മാനേജ് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. അത് പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ അടിയന്തരമായി ഈ പ്രശ്നത്തിന് ഒരു പുതിയ സംവിധാനം കണ്ടെത്തണം. അത്തരം ഒരു സംവിധാനം കണ്ടെത്തിയാൽ മാത്രമാണ് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ വനത്തിൽ വന്യജീവികൾക്ക് തീറ്റയില്ല എന്നുള്ള സത്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. കാരണം വനത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഘടന പൂർണ്ണമായി തകർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. അവിടെയെല്ലാം ഇങ്ങനെ തേക്കും അക്കേഷ്യയും യൂക്കാലിയും സെന്നയും ഒക്കെ തുടങ്ങിയിട്ടുള്ള വിദേശ വൃക്ഷങ്ങൾ കൊണ്ട് നിറച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വന്യജീവികൾക്ക് ആഹാരവും വെള്ളവും കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അതുങ്ങൾ കാടിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. കാടിന് പുറത്തിറങ്ങി ഒരിക്കൽ ശീലിച്ചു പോയാൽ പിന്നീട് അത് കാട്ടിലേക്ക് തിരികെ പോകുന്ന പ്രശ്നമില്ല. നിരന്തരമായി ഈ കാടിന് വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം കുറെ കൂടി ഫ്ലഷി ആയിട്ടുള്ള ആഹാരമാണ് ഇവർക്കിപ്പോ വാഴയാണെങ്കിലും തെങ്ങാണെങ്കിലും കവുങ്ങാണെങ്കിലും ഒക്കെ വന്യജീവികൾക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണം ഏതൊരു ജീവിയുടെയും ഒരു അടിസ്ഥാന പ്രശ്നം എന്ന നിലയിൽ അതിനോടുള്ള ആർത്തിയും ആഗ്രഹവും ഒക്കെ ഈ ജീവികൾക്കും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതിന് പുറത്തേക്ക് കിടക്കും. അവരെ കടക്കാതെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫെൻസിങ് ഉൾപ്പെടെ, ട്രെഞ്ച് ഉൾപ്പെടെ, അതല്ലെങ്കിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാവുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ നടപ്പാക്കാൻ സർക്കാർ വിദഗ്ധ സംഘത്തിന്റെ ഉപദേശം തേടേണ്ടതുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല ഈ പ്രശ്നമുള്ളത്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും വനമുള്ളിടത്തെല്ലാം വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നമുണ്ട്. അതുപോലെ ലോകത്തൊട്ടാകെ തന്നെ ഈ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പ്രശ്നത്തെ വല്ലാതെ പെരുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് ഒരു ആന ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ, അതിപ്പോ ആന കുഴി വീണാൽ പോലും അപ്പൊ തന്നെ എല്ലാ ചാനലുകാരും മൈക്കുമായിട്ട് ആ സ്ഥലത്തേക്ക് എത്തി ഇത് വലിയ പാനിക്കായിട്ടൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ 144 പ്രഖ്യാപിച്ചാൽ ജില്ലാ കളക്ടർക്കും ഡിസ്ട്രിക്ട് പോലീസ് മേധാവിക്ക് പോലും ഈ 144 പ്രഖ്യാപിക്കുന്നിടത്ത് എത്തിച്ചേരാൻ പാടില്ല എന്നുള്ളതാണ്. 5 പേരിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്ന് 144 പ്രഖ്യാപിച്ചാൽ അവിടെ തൃശ്ശൂർ പൂരത്തിന്റെ ആളാണ് ഇപ്പോ സംഭവിച്ചിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് 144 പ്രഖ്യാപിച്ചാലും വയലന്റ് ആവുന്ന മോവിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പം ജനങ്ങളെയും ഇത്തരം കാര്യങ്ങൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട്.
ഈ വന്യജീവികൾ എന്ന് പറയുന്നവർക്കും ഉത്കണ്ഠയും ആശങ്കയും അതിനും വേദനയും അതിനും പ്രാണഭീതിയും ഒക്കെ ഉള്ള ഒരു ജീവിയാണ്. ഒരു ജീവി പുറത്തിറങ്ങി വരുമ്പോഴേക്കും നമ്മളെല്ലാവരും അതിന്റെ മീതെ കല്ലെറിയുകയും പടക്ക് പറയുകയും തീ എറിയുകയും അതല്ലെങ്കിൽ ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും ആ ജീവിക്ക് ഒരു പ്രാണഭീതി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത്തരം പ്രാണഭീതിയിൽ നിന്നാണ് പ്രകോപനം കൊണ്ടിട്ടാണ് ഈ ജീവികൾ കൂടുതലും മനുഷ്യരെ ആക്രമിച്ചിട്ടുള്ളത്. ഇതൊക്കെ ശാസ്ത്രീയമായി പരിഹരിക്കേണ്ട പ്രശ്നമാണ്. അതിനാണ് കൂടുതൽ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. അത്തരം ബോധവൽക്കരണങ്ങളുടെ ആവശ്യകത കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്.